ഒരു ലക്ഷങ്ങളുടെ മാറ്റങ്ങളായിട്ട് നമുക്കൊരു യൂസ്ഡ് കാർ എടുക്കാൻ പറ്റുന്ന ഒരു അത് 4 വർഷത്തെ വാറണ്ടി. ആദ്യം ഈ വണ്ടിക്ക് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് 5.25 ആണ്. ഇപ്പൊ ചോദിക്കുന്നത് 4.85 കിട്ടി വണ്ടി കൊടുക്കാൻ കഴിയും. 4.85 40,000 രൂപ നിങ്ങൾ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കാം. റിന്യൂവൽ കഴിഞ്ഞിട്ടുള്ള ഹൈ ക്വാളിറ്റി ഓൾട്ടോ റേറ്റ് 1.25 1 ഗ്രാം ഗോൾഡ് കോയിൻ ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം 1.25 താഴെയായിട്ട് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് നിങ്ങൾക്ക് റേറ്റ് കിട്ടുന്നുണ്ടാവും. ഹ്യുണ്ടായിൻ്റെ സാൻഡ്രോ, ഹ്യുണ്ടായിൻ്റെ ഇയോൺ, അതേപോലെ തന്നെ റിനോന്റെ ക്വിഡ് ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട്, മാനുവൽ വണ്ടിയുണ്ട്, എല്ലാത്തിനും ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും. വാറണ്ടി കിട്ടുന്ന വിലയാണ് വെറും 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ലോണിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കാരണം ഇതിന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 30,000 രൂപയ്ക്ക് മുകളിലാണ്. ബഡ്ജറ്റ് കാറുകൾക്ക് മാത്രമല്ല, കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന ബ്രസകൾക്കും ഈ ഒരു ഫുൾ ലോണിന്റെ ഓഫർ ഉണ്ടാവും, വാറണ്ടി ഉൾപ്പെടെ. കാരണം ബ്രസകൾക്ക് ഇവിടെ റേറ്റ് കുറച്ചിട്ടുള്ളത് ഏകദേശം 50,000 രൂപയ്ക്ക് അടുത്താണ്. നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കാളത്തോട് എന്നുള്ള ലൊക്കേഷനിൽ, അതായത് തൃശ്ശൂർ പാലക്കാട് റൂട്ടിലായിട്ട് കാളത്തോട് ജുമാ മസ്ജിദിന് തൊട്ടേ ഓപ്പോസിറ്റുള്ള നമ്മുടെ സ്വന്തം മോട്ടോഴ്സിൻ്റെ പ്രീ ഓൺ കാർ ഷോറൂമിലാണ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ന്യൂ ഇയർ ഓഫർ, ക്രിസ്മസ് ഓഫർ സെയിലുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 2 മുതൽ 20% വരെ വിലക്കുറവിലായിട്ട് കുറേ വണ്ടികൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കിട്ടുന്ന വണ്ടികളുണ്ട്. മാക്സിമം വില കുറയ്ക്കുന്നതിനെ കൊണ്ട് തന്നെ ഫുൾ ലോൺ ഉൾപ്പെടെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ, കിലോമീറ്റർ അധികം ഓടാത്ത വണ്ടികൾ ഒരു കസ്റ്റമറിന് കിട്ടുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോന്റെ അട്രാക്ഷൻ എന്ന്. നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാനുള്ളത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ജാഫർ സാദിഖ്. അതെ, തൃശ്ശൂർ എവിടെയാ സ്ഥലം? തൃശ്ശൂർ വടക്കാഞ്ചേരി. ഊട്ടുപാറ വടക്കാഞ്ചേരി മുള്ളൂർക്കര. ഓക്കെ, ഫസ്റ്റ് തന്നെ എങ്ങനെ ജാഫർ? ഇത് 2018 മോഡൽ ഇയോൺ എറാ പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 80 ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 1 ഇയർ വാറണ്ടി വരെ കൊടുക്കാം. 80,000 കിലോമീറ്റർ ഓടിയതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുമോ? നിലവിലില്ല. അതുകൊണ്ട് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. കംപ്ലൈന്റ് ഇല്ലെന്ന് നമ്മൾ വാറണ്ടി കൊടുക്കില്ലല്ലോ. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, നമുക്കൊരു 2.35 കിട്ടിയ വണ്ടി നമുക്ക് കൊടുക്കാം. 2.35 നമ്മൾ ഡിസ്കൗണ്ട് സെയിലിനകത്ത് ഇനിയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. ഒരു ആഫ്റ്റർ മാർക്കറ്റ് അത് നമുക്ക് ഇന്നും നാളെയും മറ്റന്നായിട്ട് 3 ദിവസങ്ങളിലായിട്ട് 2% മുതൽ 20% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. 2% മുതൽ 20% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ബൈക്ക് കഴിച്ച് വരുന്നവർക്ക് ബൈക്ക് മാറ്റി കാറ് മാറ്റി ബൈക്ക് മാറ്റാം. ഇതിനൊക്കെ 10,000 എക്സ്ചേഞ്ച് ബോണസ് ആണ്. അതേ സമയത്ത് ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ടാവും. ഗോൾഡ് കോയിൻ ഇതിനൊക്കെ പുറമെ നമുക്ക് ഇന്നും നാളെയും മറ്റൊന്നും ബുക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാം. അത് 21, 22, 23. ശരി, പിന്നെ അത് കൂടാണ്ട് 10,000 എക്സ്ചേഞ്ച് ബോണസ് ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ? പിന്നെ 100% ലോൺ ഉണ്ട്. പിന്നെ എന്താ നമുക്ക് വേണ്ടേ? പിന്നെ വാറണ്ടി ഉണ്ട്. പിന്നെ കാർ എടുക്കാനുള്ള മനസ്സ് മതി. ബാക്കി നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം. പ്രശ്നമൊന്നുമില്ല. ലോൺ വരെ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ആക്കി കൊടുക്കാം. ഒന്നും ടെൻഷൻ ഇല്ല. ഇപ്പൊ ഈ ഓൺ എടുക്കുന്ന നിലവിൽ വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? നിലവിലൊരു വർക്കൂല. കമ്പനി വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം 4 നല്ല ടയേഴ്സും കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ വണ്ടി? ക്ലീൻ പീസ് ആണ്. ഇനി റേറ്റ് കുറച്ച് കൊടുക്കാനും വേണ്ടി പറ്റുന്നുണ്ട്? ചെയ്ത് കൊടുക്കാം. ശരി ജാഫർ, ലോ ബഡ്ജറ്റിലുള്ള വണ്ടി പക്ഷേ ഹൈ ക്വാളിറ്റി ആണ്. സാധാരണക്കാർ തിരയുന്ന ഒരു ഓൾട്ടോ, ഏറ്റവും കൂടുതൽ പഠിക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2009 ആണ്. പുതിയ പേപ്പർ ഉണ്ട് കേട്ടോ. ഓക്കെ, ടെസ്റ്റും ടാക്സും പുതിയതുണ്ട്. ഇപ്പൊ റിന്യൂ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. ക്വാളിറ്റി ഉണ്ട് കാണാം. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, 2009 ആയതുകൊണ്ട് നമുക്ക് 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. നമുക്കൊരു 1.15 കിട്ടി കഴിഞ്ഞ് വണ്ടി കൊടുക്കാൻ കഴിയും. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ല കേട്ടോ. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വണ്ടി കണ്ടറിയാൻ പറ്റും. നിലവിലുള്ള മെക്കാനിക്കൽ കണ്ടീഷൻ ഒക്കെ പക്കയിട്ടാണ് കൊടുക്കുന്നത്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സാധാരണക്കാർ തിരയുന്ന ഒരു വണ്ടി അതും ടിസ്റ്റാണ്. 2014 മോഡല് ടാറ്റ നാനോ ടിസ്റ്റാണ്. 89 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. AC പോർഷിംഗ് വർക്കിംഗ് ആണ്. പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അത് KL 08 തൃശ്ശൂർ വണ്ടി അല്ലേ? അതെ. ഇത് നമുക്കൊരു 90 ഇട്ട് കൊടുക്കാം. ഇത് ടാറ്റ ആയതുകൊണ്ടും 14,000 വാറണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. എന്നാലും പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വണ്ടിയാണ്. ഓക്കെ, അടുത്തത് 2014 മോഡൽ ഓൾട്ടോ കേട്ടൻ VX ആണ് കേട്ടോ. 74 ഓടിയിട്ടുള്ളൂ. വൈറ്റ് കളറാണ്. വേറെ റീപ്ലേസ്മെന്റ് കാരണം നിലവിൽ കണ്ടിട്ടില്ല. VX ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നല്ല വൃത്തി ഉണ്ടല്ലോ. റീപെയിന്റ് ഉണ്ട്, പക്ഷെ എന്നാലും വൃത്തിയുണ്ട്. റീപെയിന്റ് ചെയ്തിട്ടുള്ള വൃത്തിയിലെ ചെയ്തിട്ടുള്ള. അതെ, ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. സീറ്റോറൊക്കെ അടിച്ചാൽ പക്ക കണ്ടീഷൻ ആക്കിയിട്ടുള്ള വണ്ടിയാണ്. 2014 മോഡൽ ഓൾട്ടോ കേട്ടൻ. നമ്മളെ വാഗണറിനൊക്കെ സെയിം എഞ്ചിൻ വരുന്ന വണ്ടി. റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? 2.25 ഇട്ട് കൊടുക്കാം. 2.25 ഇനി കുറയുന്നുണ്ടോ? ബേസിക്കലി നോക്കാം, സംസാരിച്ച് നോക്കാം. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? 2 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 2 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടാവും. 27,000 രൂപ ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് അതിനകത്ത് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നു. ജാഫർക്ക് അടുത്തത് 2019 മോഡല് സാൻഡ്രോ
എറയാണ് വരുന്നത്. 1.1 എഞ്ചിനാണ് വരുന്നത്. ഓക്കെ. ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഏകദേശം ഒരു 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്ക് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ നമുക്ക് 1 ഇയർ വാറന്റി കൊടുക്കാൻ കഴിയും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിന്. ആകെ 60,000 കിലോമീറ്റർ പക്ക കമ്പനി സർവീസ്. കമ്പനി സർവീസ് കൊണ്ട് 1 ഇയർ വാറന്റി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. 1.1 എന്ന് പറയുന്ന മൈലേജ് എത്ര ഏകദേശം പറയാൻ പറ്റും? ഏകദേശം ഒരു 70+, 17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. ഇപ്പൊ 2019 വണ്ടി അതിനെ കൊണ്ട് റേറ്റ് വരുന്ന എത്ര ഉണ്ടാവും? റേറ്റ് നമുക്ക് 3.45 വരെ ഓഫർ ഇട്ടിട്ടുണ്ട്. 3.45 വരെ റേറ്റ് ഉണ്ട്. ഇനിയും കുറച്ച് കൊടുക്കാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഫുൾ ലോൺ എന്തെങ്കിലും പറയില്ല? 2% മുതൽ 20% ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ടിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ ഫുൾ ലോൺ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് 3 ലക്ഷം ലോൺ കൊടുക്കാം. ഒരു 45,000 ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഓക്കെ. അത്യാവശ്യം നല്ല സിബിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫണ്ടിങ് കൂട്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് നമുക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത് 2010 മോഡലാണ്. 10 മോഡൽ ഓൾട്ടോ LX ആണ്. AC പോസ്റ്ററിംഗ് വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു 1.20 കിട്ടി വണ്ടി കൊടുക്കാൻ കഴിയും. 1.20. അടുത്തത് ഇത് 2017 മോഡല് റെനോൾട്ടിന്റെ കിഡ് ആണ് കേട്ടോ. AMT വേരിയന്റ്, 1 ലിറ്റർ എഞ്ചിനാണ്. RXT എന്ന വേരിയന്റ് വരുന്നത്. അതും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കലി AMT ഗിയർ ബോക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതെ. 1 ലിറ്ററിൽ RXT എന്നുള്ളത് അന്നറിയുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ടച്ച് സ്ക്രീൻ, നാവിഗേഷൻ, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. സിംഗിൾ എയർ ബാഗ് ഉൾപ്പെടെ. അതെ. ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഏകദേശം ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറന്റി കാര്യങ്ങൾ കൊടുക്കാൻ കഴിയും. ഈ വാറന്റി നിങ്ങൾ പറയുന്നുണ്ട്, അതായത് മാരുതി വണ്ടിക്ക് അല്ലാത്ത വണ്ടിക്ക് പറയുന്നുണ്ട്. അതേസമയത്ത് ആ വാറന്റിക്ക് കസ്റ്റമറിന് പൈസ തരണം? വേണ്ട, നമ്മൾ ഈ പറയുന്ന പൈസയിൽ ഇത് ഇൻക്ലൂഡിംഗ് ആണ്. വാറന്റി ഇൻക്ലൂഡ് ചെയ്ത് ഓഫറാണ്. ഓക്കെ. അപ്പൊ വാറന്റി വരുന്നത് എന്തിനൊക്കെ? എഞ്ചിന് ഗിയർ ബോക്സിനൊക്കെ വാറന്റി ആണ്. മെയിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈൻസ് വരിക എന്നുള്ളത് ഈ എഞ്ചിനും ഗിയർ ബോക്സിന് വരിക. നമുക്ക് അതിന് വാറന്റി കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് സമാധാനമാണ്, നമുക്ക് സമാധാനമാണ്. 100%. ഇവിടുന്ന് എടുത്തിട്ട് ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ വരെ നമുക്ക് ഈ വാറന്റി അവൈലബിൾ ആണ്. അപ്പം വാറന്റി ഉൾപ്പെടെ 2017 മോഡല് കിഡ് ഓട്ടോമാറ്റിക് വണ്ടി, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിക്ക് 3.25 റേഞ്ച് ലോൺ കിട്ടുന്നുണ്ടോ? 3.25 ലോൺ കിട്ടും. നമ്മൾ ഇതിന് ചോദിക്കുന്ന വില 3,40,000 ആണ്. ഒരു 20,000 ഡൗൺ പേയ്മെന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ലോൺ ഇട്ട് വരാം. അല്ല, മറ്റേ സ്കീമൊക്കെ കൊള്ളിച്ചിട്ട് ഫുൾ ലോണൊക്കെ പറയാൻ പറ്റും? നമുക്ക് നോക്കാം, സംസാരിച്ച് നോക്കാം. നല്ല പ്രൊഫൈൽ കസ്റ്റമറാണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാൻ. ഓക്കെ. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ക്ലീൻ പീസ് ആണ്. ഇത് 2016 മോഡൽ വാഗണർ LX ആണ് കേട്ടോ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് 3.40 നമുക്ക് കൊടുക്കാൻ പറ്റും. 3.40 കുറയുന്നുണ്ടാവോ? ഇനി കുറയുണ്ടാവും. നമുക്കത് LX ആണ്. AC പോസിറ്റീവ് ഒരു പവർ വിൻഡോ വരുന്നത്. പിന്നെ കസ്റ്റമർ എക്സ്ട്രാ സീറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. എടുക്കുന്നവർക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത് K-Series ആണ്. 15+ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ലോണൊക്കെ എന്തോരം പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഫുൾ ലോൺ എടുക്കാം നമുക്കത്. ഫുൾ ലോണിൽ 2016 വാഗണർ LX കൊടുക്കാൻ പറ്റും. ശരി. ഇതേ കളറിൽ പല വേരിയൻസിൽ വണ്ടിയിൽ ഇഷ്ടം പോലെ ഇട്ടാ. എല്ലാ വണ്ടിയും പരിചയപ്പെടുത്തുന്ന എളുപ്പമല്ല, എന്നാലും നമുക്ക് മാക്സിമം വണ്ടികളൊക്കെ നോക്കി ചെയ്യാം. ഓക്കെ. ന്യൂ ഏജ് വാഗണറും ഉണ്ട്, അതേ സമയത്ത് ഓൾഡ് ഷേപ്പ് വാഗണറും ഉണ്ട്. ഓക്കെ. എല്ലാത്തിനും വാറന്റി കിട്ടുന്ന വാറന്റി കിട്ടാത്ത വണ്ടികളുണ്ട്. വാറന്റി കിട്ടുന്ന വണ്ടികളുണ്ട്, വാറന്റി കിട്ടാത്ത വണ്ടികളുണ്ട്. 23 മോഡൽ സെലവർ ZX ആണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഈ വണ്ടിക്ക് നമുക്കൊരു 4 വർഷം വാറന്റി കൊടുക്കാം കേട്ടോ. 4 വർഷം വാറന്റി? ഇത് വണ്ടിയുടെ നിലവിലുള്ള വാറന്റി കഴിഞ്ഞിട്ടില്ല. 2028 വാറന്റി കഴിയുള്ളൂ. പ്ലസ് നമ്മുടെ ഒരു 1 ഇയർ വാറന്റി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലസ് 1 ഇയർ കൊടുക്കാം. ശരി. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നല്ല വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും കാര്യമായിട്ട് കയറിയിട്ടുണ്ടോ? ഒന്നുമില്ല. സീറോ ക്ലെയിം ആണ്. ടച്ച് പോലും കയറിയിട്ടില്ല. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2023 സെലറിയോ. പുതിയ വണ്ടിക്ക് ഏകദേശം 7.25 ഉണ്ട്. ലക്ഷങ്ങളുടെ മാറ്റമുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ ജനുവരി വരുന്ന സമയത്ത് 1% മുതൽ 10% വരെ പുതിയ വണ്ടിക്ക് വില കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ലക്ഷങ്ങളുടെ മാറ്റങ്ങളായിട്ട് നമുക്കൊരു യൂസ്ഡ് കാർ എടുക്കാൻ പറ്റുന്ന ഒരു, അത് 4 വർഷത്തെ വാറന്റി. നമ്മൾ എക്സ്ട്രാ വാറന്റിയുടെ പൈസ കൊടുത്തിട്ടാണ് എടുക്കാനായിട്ട്. ഇത് ഈ പറഞ്ഞ പൈസയിൽ നമുക്ക് വാറന്റി അടക്കാണ് നമ്മൾ പറയുന്നത്. ഇത് നമുക്കൊരു 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ബാക്കി ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. പറ്റും. ഇത് 2021 മോഡല് എക്സ്പ്രസോ VX പ്ലസ് ആട്ടാ. അന്നത്തെ ടോപ്പ് ആണ്. ഇപ്പോഴും ടോപ്പ് ആണ്. അതെ. ഇത് 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് ഉള്ളതിന്റെ പേരിൽ നമുക്കൊരു 1 ഇയർ ട്രൂ വാല്യൂവിന്റെ വാറന്റി കൊടുക്കാൻ പറ്റും. 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ശരി. ഇത് നമുക്ക് ഏകദേശം ഒരു അന്ന് നമ്മൾ ചോദിച്ചിരുന്ന വില 5,25,000 ആണ്. നമുക്കൊരു ഓഫറായിട്ട് നമുക്കൊരു 4,80,000 കിട്ടിയ വണ്ടി കൊടുക്കാൻ പറ്റും. ആദ്യം വണ്ടിക്ക് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് 5,25,000 ആണ്. ഇപ്പൊ ചോദിക്കുന്നത് 4,85 കിട്ടിയ വണ്ടി കൊടുക്കാൻ കഴിയും. 4,85, 40,000 രൂപ നിങ്ങൾ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കാം. വാറന്റി ഉള്ളതിനെ കൊണ്ട് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കാനും പറ്റില്ല. കംപ്ലൈന്റ് ഇല്ല. വാറന്റി ഉള്ളതിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല. ലോസ് സെയിൽ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുമോ?
ലോസയിൽ ഞാൻ പറയാം, കുഴപ്പമില്ല, പറയാം. ലോസയിലാണ് ഫുൾ ലോൺ കിട്ടും കസ്റ്റമർ ലോൺ കൊടുക്കാം നമുക്ക്. ഇതിപ്പോ നിങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ്, എടുക്കുന്ന ആക്കുന്നത് ലാഭമാണ്. അത് കേട്ടാ. അടുത്ത 2020 മോഡൽ ബിഗ് വാഗണർ ആണ് കേട്ടോ. വാഗണർ VXC ആണ്, 1 ലിറ്റർ എഞ്ചിനാ വരുന്നത്. KL54 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. പെരിന്തൽമണ്ണ പൊന്നാനി അല്ലേ? സോറി 53 പെരിന്തലാണ്. 54 പൊന്നാനി വരണേ. 70,000 തൊണ്ട് ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ വണ്ടിയുടെ വാറന്റി അവസാനിച്ചിട്ടില്ല, 2025 9 മാസത്തിൽ അവസാനിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്ലസ് നമുക്കൊരു 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. 2 വർഷം വാറന്റിയിൽ 2020 മോഡൽ വാഗണർ VXC 1 ലിറ്റർ എഞ്ചിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ചോദിക്കുന്ന വില ആണ് 4,90,000 ആണ്. ഇത് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ സ്കീമും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് നമുക്ക് ഇൻക്ലൂഡ് ആയി കൊടുക്കാൻ പറ്റും. മാക്സിമം കസ്റ്റമർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ മാക്സിമം സംസാരിക്കാം. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഡിസ്കൗണ്ട് ആയി കൊടുക്കാം. അടുത്ത 2022 മോഡൽ ഓൾട്ടോ 800 LXC ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 42,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഭംഗി കൂടുതലുണ്ടല്ലോ, അലൈവിലുണ്ട് ഭംഗി. അതും ഗ്രേ കളറാണ്. അവിടേക്ക് കണ്ണു പോയിട്ടില്ല, പക്ഷെ എന്തൊരു ഭംഗി കൂടുതലുള്ളത് തോന്നിയിട്ടുണ്ട്. ഗ്രേ കളറുമാണ്, അതിന്റെ കൂടെ അലൈവിലിട്ടപ്പോൾ വണ്ടിയുടെ ഭംഗി കൂടി. അതെ, ശരിക്കും മാരുതി ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ ചിലപ്പോൾ സെയിൽ കൂടി ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാ, വണ്ടി നിർത്തി പോയില്ലേ. പക്ക കമ്പനി സർവീസ് ആയതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. 3 ഫ്രീ സർവീസും കൊടുക്കാം. നമുക്കൊരു 3,90,000 ഇട്ട് വണ്ടി കൊടുക്കാൻ പറ്റും. 3,90,000 ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്? നമുക്കൊരു 3,60,000 വരെ ലോൺ കൊടുക്കാൻ പറ്റും. 30,000 ഡൗൺ പേയ്മെന്റ് ആക്കിയാൽ മതി. ഇതിനകത്ത് തന്നെ ബാക്കി ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യങ്ങൾ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, 2% മുതൽ 20% ഡിസ്കൗണ്ട് ഉണ്ട്, ഗോൾഡ് കോയിൻ ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ മുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ 3,90,000 കിട്ടിയാൽ കൊടുക്കാന്ന് പറയുന്നുണ്ടെങ്കിലും ഇനിയും കുറയുന്നതാണ്. അടുത്ത ഹുണ്ടായിന്റെ i20 എലൈറ്റ് i20 ആണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാരെ എൻക്വയറി ചെയ്തിരുന്ന വണ്ടിയാണ്. 2017 മോഡലാണ്. സ്പോർട്സ് വേരിയന്റ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ നമുക്ക് 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. പെട്രോൾ ആണോ? പെട്രോൾ ആണ്. 31,000 ഓടിയിട്ടുള്ളൂ. 31,000 ഓടിയിട്ടുള്ളൂ. മീറ്റർ വർക്കിംഗ് ആണത്. പെർഫെക്റ്റ് ആണ്. വണ്ടി കണ്ടായിരുന്നു ഇവിടെ. അതും ലോ കിലോമീറ്റർ വണ്ടി പക്ക ലോ കിലോമീറ്റർ വണ്ടി. അതേ സമയത്ത് കമ്പനി ഫുള്ള് പക്കെന്ന് പറഞ്ഞ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ലാത്ത പക്ക കമ്പനി സർവീസുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇപ്പൊ നിലവിൽ 2017 i20 സ്പോർട്സ് പെട്രോൾ ലോ കിലോമീറ്റർ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? 5,10 ചോദിക്കുന്നത്. 5,10 ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വാറന്റിന്റെ റേറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഒരു പറഞ്ഞ റേറ്റിൽ നമുക്ക് വാറന്റി കൊടുക്കാൻ കഴിയും. ഡിസ്കൗണ്ട് കാര്യങ്ങൾ, ഗോൾഡ് കോയിൻ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളതാണ്. ശരി ജാഫർക്ക്, അടുത്തത് 2015 മോഡൽ ഡിസയർ VXC ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 4 പുത്തൻ ടയറാണ്. അതിൽ ഇന്റീരിയർ നോക്കിയാൽ ശരിക്കും ഈ ഒരു ഷേപ്പിനല്ലേ നമ്മൾ ഏറ്റവും പുതിയ ഡിസൈറിനേക്കാളും മാർക്കറ്റ് ഉള്ളത്, അതേപോലെ ഡിമാൻഡ് ഉള്ളതും. പഴയ കസ്റ്റമർ ചോദിച്ചു വരുന്നുണ്ട്, ഈ ഒരു മോഡൽ വണ്ടി ഉണ്ട് ചോദിച്ചു വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് വണ്ടി സ്റ്റോക്ക് ഉണ്ട്, നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. വണ്ടി ഉള്ളൊക്കെ കണ്ടറിയാൻ പറ്റും. പക്ക കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉണ്ട്. കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടാവും. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 67,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. K സീരീസ് പെട്രോൾ എഞ്ചിൻ ആണ്. നല്ല മൈലേജും കിട്ടുന്നുണ്ട്. 17+ മൈലേജ് കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4 പുത്തൻ ടയർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. നമുക്കൊരു ഫുൾ ലോൺ കൊടുക്കാം. നമുക്ക് ഫുൾ ലോണിൽ 2015 ഡിസയർ VXC കൊടുക്കാം. ജാഫർക്ക്, അടുത്ത 2019 മോഡൽ എത്തിയോസ് ലിവ വി വേരിയന്റ് ആണ് കേട്ടോ. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. വലിയ മെയിൻ്റെനൻസ് കാര്യമായിട്ട് വരുന്നില്ല. അത്യാവശ്യം 13-15 മൈലേജ് കിട്ടൂലേ? 15+ മൈലേജ് കിട്ടുന്ന വണ്ടിയാ. ബാക്ക് സെൻസേഴ്സ് മുതൽ എയർ ബാഗ് വരെയുള്ള ഒരു ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് ടൊയോട്ടയുടെ ഒരു എഞ്ചിൻ തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ 2019 ലിവ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 50,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും പറയാത്ത റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. KL53 പറഞ്ഞ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്നത്. നിലവിൽ റേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഈ വണ്ടി നമുക്കൊരു 6,15 ഇട്ട് കൊണ്ട് കൊടുക്കാം. 6,15 എടുക്കുന്ന നമുക്ക് വിശ്വസിച്ച് എടുത്തൂടെ? ധൈര്യമായിട്ട് എടുക്കാം. അടുത്ത ടൊയോട്ടന്റെ അടുത്തൊരു വാഹനമാണ് കേട്ടോ. ഗ്ലാൻസ G വേരിയന്റ് വരുന്ന വണ്ടിയാണ്. 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 48,000 ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആൽഫ വേരിയന്റ് തല്ലേ ബലാനോന്റെ? അല്ല, ഇതിന്റെ മുകളിൽ വി കൂടെ വരുന്നുണ്ട്. ഇതിപ്പോ സീറ്റയിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവും. അത്യാവശ്യം അലവിൽ സ്കേറ്റിംഗ് എല്ലാം വരുന്ന വണ്ടി കേട്ടോ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ? G വേരിയന്റ് ആൽഫയിൽ വരുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിലും വരുന്നുണ്ട്. അതെ, സീറ്റ് ആണ് ഇത് വരുന്നുണ്ടാവും, കമ്പാരിസൺ വരുന്നുണ്ടാവും. അപ്പം 2021 G വേരിയന്റ് ഇതിന് പുതിയ വണ്ടിക്ക് ഏകദേശം 10-10.25 റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. ഇത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 ഇയർ വാറന്റിയും നമുക്ക് കൊടുക്കാൻ കഴിയും.
നമ്മൾ ചോദിക്കുന്ന വില 7 ലക്ഷം കിട്ടി നമുക്ക് വണ്ടി കൊടുക്കാം. 7 ലക്ഷം രൂപ കിട്ടിയ വണ്ടി കൊടുക്കാൻ പറ്റും. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഒരു 6 ലക്ഷം 6.50 ലോൺ കിട്ടും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ നല്ല പ്രൊഫൈൽ കസ്റ്റമർക്ക് ഫുൾ ലോൺ കൊടുക്കാം കേട്ടോ. ഫുൾ ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ശരി. എടുക്കുന്ന ആൾക്ക് വാറന്റി ഉണ്ടാവുമോ? 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി ഉണ്ട്. 10,000 കിലോമീറ്റർ ഒരു വണ്ടി 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. ശരി. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ടൊയോട്ടന്റെ വണ്ടി. ഇന്ന് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലം പോലത്തെ ഒരു സ്വിഫ്റ്റ് ആണിത്. ഓൾഡ് ഷേപ്പ് ആണ്. 2016 ആണ്. 16 എന്താ പ്രശ്നം വെച്ചാലേ വണ്ടി ഇന്ന് വന്നുള്ളൂ. വന്ന പാടെ വണ്ടി ബുക്കിംഗ് ആയി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു തരുന്നില്ല. വണ്ടി ഡെലിവറി ആയിട്ടുണ്ട്. 4 പുതിയ ടയർ ഞാൻ കാണുന്നുണ്ട്. 2016 ഡീസലാണ് കേട്ടോ. ഇത് റീപെയിന്റ് ഇല്ലല്ലോ. റീപെയിന്റ് ഇല്ല. അതാ പറഞ്ഞ ടച്ചപ്പ് ഇല്ലാത്ത പക്ക വണ്ടി. എനിക്ക് ഈ കണ്ടീഷനിൽ വേറെ വണ്ടി കാണിച്ചു തരാം. ഏതാണ് ഈ വണ്ടി? 2021 മോഡല്. 2021 ന്യൂ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ZXi. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ ഓടി 23 ഓടിയിട്ടുള്ളൂ. ആകെ 23 ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പക്ക കമ്പനി സർവീസുള്ള വണ്ടി. നിലവിൽ ലോക്ക്ഡ് ആണ്. ഫീച്ചേഴ്സ് ആയിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് AC, എല്ലാം വരുന്നുണ്ടോ? എല്ലാ വീൽസ് ഉൾപ്പെടെ. ഇത് അതുപോലെ 2021 എക്സ്റ്റൻഡ് വാറന്റി എടുത്ത വണ്ടിയാണ്. 3 വർഷം വാറന്റിയിൽ കൊടുക്കാൻ പറ്റുന്ന 2021 മോഡൽ സ്വിഫ്റ്റ് ZXi 23 മോഡൽ 23 ഓടിയത്. ഓക്കെ. നമുക്ക് ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നമുക്കൊരു 7 ലക്ഷം ലോൺ കിട്ടും. ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 സിലിണ്ടർ വണ്ടി. ഇപ്പൊ പുതിയ വണ്ടിക്ക് 9.25 വരുന്നുണ്ടോ? 9.25 അല്ല, 9.75 വരുന്നുണ്ട്. പ്ലസ് എക്സ്റ്റൻഡ് വാറന്റിന്റെ കോസ്റ്റ് വരും, പ്ലസ് ആക്സസറീസ്. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേഷൻ വരുന്നത് 3 സിലിണ്ടർ എഞ്ചിൻ ആണ് സെറ്റ് സീരീസിൽ. ഇത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള K സീരീസ് 4 സിലിണ്ടർ എഞ്ചിനാണ്. മൈലേജ് ഉണ്ടാവും, ഡിമാൻഡും ഉണ്ട്. പാലക്കാട് രജിസ്ട്രേഷൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള വണ്ടികൾ കിട്ടുന്ന സ്ഥലം എവിടെ വെച്ച് കഴിഞ്ഞാൽ പാലക്കാടാണ്. ജാഫർ, ഈ ഒരു മേളനകത്തുള്ള ഏറ്റവും കൊമ്പൻ ഓഫർ? അതെ, ഒരു XUV കാറ്റഗറി ഒരു ബ്രസ ZXi പ്ലസ്. അത് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടാ. 2020 മോഡൽ. 57 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പെട്രോൾ ആണ്. ഓക്കെ. ഇത് പുതിയ വണ്ടിക്ക് 15 ലക്ഷം രൂപ. 15 ലക്ഷത്തിനടുത്ത് വില വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും വേണ്ടി ഉണ്ടാവും? നിലവിൽ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 2 കൊല്ലത്തെ വാറന്റി ഉണ്ട്. കാരണം 2020 ആയതുകൊണ്ട് 5 ഇയർ വാറന്റി 1 വർഷം കൂടി എടുക്കാനുണ്ട്. 25 അവസാനം 2026 വരെ ശരിക്കും പറഞ്ഞാൽ ഒരു വാറന്റി ഉണ്ട്. എഞ്ചിന് ഗിയർ ബോക്സിന് വയറിംഗ് കിട്ടും, കംപ്ലീറ്റ് സാധനം വാറന്റി ഉണ്ട്. എത്ര റേറ്റ് എത്ര വരുന്നത്? ഇത് നമ്മൾ ഇത്ര ആൾ ചോദിച്ചിരുന്ന പോലെ 8.45 ആണ്. ഒരു ഓഫർ വെച്ച് നമുക്ക് 8.10 കിട്ടി നമുക്ക് വണ്ടി കൊടുക്കാം. 8.10 കിട്ടിയാല് വണ്ടി കൊടുക്കും. ഇനിയും കുറയുന്നുണ്ടാവും. മെയിൻ ഹൈലൈറ്റ് ഫുൾ ലോൺ കിട്ടും. ഗോൾഡ് കോയിൻ കിട്ടും, എക്സ്ചേഞ്ച് ബോണസ് കിട്ടും. ഇതൊക്കെ ഈ വണ്ടിക്ക് നമ്മൾ അവൈലബിൾ ആണ്. എല്ലാം കിട്ടും. ജാഫർക്ക് 2020 സീറ്റ XL6. അതെ, പ്രീമിയം മാരുതി പ്രീമിയം കാറ്റഗറി പെടുന്ന വണ്ടിയാണ്. 6 സീറ്റർ വണ്ടിയാണ്. 2020 മോഡല് XL6 സീറ്റ വേരിയന്റിൽ പെടുന്ന വണ്ടിയാണ്. 67 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയുണ്ട്? സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കണേ. ഓക്കെ. ഇത് പുതിയ വണ്ടിക്ക് ശരിക്കും എത്ര റേറ്റ് ഉണ്ടാവും? ഏകദേശം ഒരു 14 ലക്ഷം രൂപ ഉണ്ട്. 14 ലക്ഷം രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് നിലവിലെ ഹൈബ്രിഡ് വണ്ടിയാണോ? ഹൈബ്രിഡ് ആണ്. പെട്രോൾ ഹൈബ്രിഡ് ആണ്. അത്യാവശ്യം മൈലേജ് എത്ര ഉണ്ടാവും? ഒരു 16+, 16+ കിട്ടും. 16 മൈലേജ് കിട്ടുന്ന 7 സീറ്റർ വണ്ടി. അതെ. ഇതിനും ഫുൾ ലോൺ പറയാൻ വേണ്ടി പറ്റുമോ? കൊടുക്കാൻ പറ്റും, കുഴപ്പമില്ല. നല്ലൊരു പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം. ഓക്കെ. ഇതുപോലെ 2020 ആയതുകൊണ്ട് എക്സ്റ്റൻഡ് വാറന്റി 1 കൊല്ലം കൊണ്ട് എടുക്കാൻ കേട്ടോ. പ്ലസ് നമ്മുടെ വാറന്റി കൊടുക്കാൻ പറ്റും. 2 വർഷം വാറന്റി ഉള്ള വണ്ടിയാണ്. ചുരുക്കി പറഞ്ഞ ഫലത്തിൽ 2 വർഷം വാറന്റി കിട്ടുന്നുണ്ടാവും. അതേപോലെ 3 ഫ്രീ സർവീസും കിട്ടും. ഫുൾ ലോൺ വണ്ടി കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. അടുത്ത ഇഗ്നിസ് സീറ്റ 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 16,000 ഓടിയിട്ടുള്ളൂ. ആകെ 16,000 ഓടിയിട്ടുള്ളൂ. സീറ്റ വേരിയന്റ് ആയതുകൊണ്ട് അതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക കമ്പനി സർവീസ് ഉണ്ട്. നമുക്ക് 1 ഇയർ വാറന്റി കൊടുക്കാൻ കഴിയും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 1.2 നമ്മളെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. 17 റേഞ്ചിൽ പെട്രോളിൽ ഡീസന്റ് ആയിട്ട് മൈലേജും കിട്ടുന്നുണ്ടാവും. ലോണൊക്കെ എത്ര പറയാം? നമുക്കൊരു 6 ലക്ഷം ലോൺ കിട്ടാം. 6 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. നമ്മൾ ചോദിക്കുന്ന 6.30 ആണ്. ഈ ഒരു കണ്ടീഷൻ 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ആക്കിയാൽ നമ്മുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡൗൺ പേയ്മെന്റ് കുറയും. 7 സീറ്റർ വണ്ടി 2018 മോഡൽ എർട്ടിക VXi ആണ്. പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിൽ നിൽക്കുന്നപ്പോൾ 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ 6 മാസത്തെ വാറന്റി 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. 6 മാസം വാറന്റി കിട്ടും. 6 മാസത്തെ വാറന്റി 3 ഫ്രീ സർവീസും ഉണ്ട്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വണ്ടി 7,50,000 ചോദിക്കുന്ന വില. ഏകദേശം ഒരു 7 സീറ്റർ വണ്ടിക്ക് ഒരു 7 ലക്ഷം രൂപ ലോണ് കിട്ടും.
ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് സാധാരണ ഓഫർ മേളൊക്കെ ഈ വണ്ടർ മോഡ് വരുന്നുണ്ട്. ഓക്കെ 2 മുതൽ 20% വരെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ഗോൾഡ് കോയിൻ ഉണ്ട്, എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാം. ശരി. അപ്പോൾ നമ്മൾ വീഡിയോയോട് റാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്.